എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ ചുറ്റിലും ഉള്ള പല ആളുകളുമായിട്ട് ഇടപഴകുന്നവരാണ്. ഇതിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളുണ്ടാവും, നമ്മൾ തിരിച്ചറിയാതെ പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ കാണിക്കുന്ന ചില സൂചനകൾ, അതാണ് ഇവിടെ പറയുന്നത്. ആ സൂചനകൾ മെയിനായിട്ട് നോട്ടം കൊണ്ട് തന്നെയാണത്. നോട്ടം കൊണ്ട് എന്ന് പറഞ്ഞാൽ അവർ നമ്മളുള്ള സമയത്ത് നമ്മളെ നോക്കും, ഇടയ്ക്കിടയ്ക്ക് നോക്കും. പക്ഷേ നമ്മൾ അവരെ നോക്കുമ്പോൾ അവരാ നോട്ടം മാറ്റും. അങ്ങനെയുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് അവരെ വാച്ച് ചെയ്താൽ മനസ്സിലാവും. അവർ എവിടെ നമ്മളെ കണ്ടാലും നോക്കും. നമ്മൾ നോക്കുന്നു എന്ന് കണ്ടാൽ ആ നോട്ടം മാറ്റും. അതുപോലെ തന്നെ അവർ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കും. സംസാരിക്കാൻ ശ്രമിച്ച് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ കൂടുതലും നമ്മൾ പറയുന്നത് കേട്ട് നിൽക്കാനും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണ് അവർ ശ്രമിക്കുക. അതിലെ കുറ്റങ്ങൾ കാണാൻ തുടക്കത്തിൽ അവർ സാധ്യതയില്ല. നമ്മൾ എന്ത് പറയുമ്പോഴും അതിന് സപ്പോർട്ടായി സമ്മതിച്ച് ചിരിച്ചുകൊണ്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കി നിൽക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നമ്മളോട് എന്തോ താല്പര്യമുണ്ടെന്ന്. കാരണം അവർ നമ്മൾ കുറേ നാളായിട്ട് തുടക്കത്തിലെ നമ്മളറിയാതെ തന്നെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നീടാണ് നമ്മുടെ ശ്രദ്ധയിൽ അത് പെടുന്നത്. നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞ് അവർ നമ്മളോട് സംസാരിക്കാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി നിൽക്കും. ആ അവസരങ്ങളിൽ നിന്ന്, ആ സംസാരത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടോ എന്നുള്ളത്. അതൊരിക്കലല്ല, പല പ്രാവശ്യമായിട്ട് അവർ നമ്മളോട് സംസാരിക്കാൻ യാദൃശ്ചികമായി നമ്മൾ കാണുമ്പോൾ അത് അപ്രതീക്ഷിതമായിട്ട് ഉള്ള രീതിയിലായിരിക്കും അവരുടെ അവരുമായിട്ടുള്ള കണ്ടുമുട്ടൽ. പക്ഷേ അത് അവരൊരു പക്ഷേ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നമ്മൾ ചെല്ലുന്ന സ്ഥലം അറിഞ്ഞ് ആ സ്ഥലത്തെത്തി അവർ നമ്മൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന പോലെ ആയിരിക്കും അവർ വന്ന് സംസാരിക്കുന്നത്. ആ സംസാരത്തിലധികവും നമ്മളെന്താണോ പറയുന്നത് അത് കേൾക്കുക, അതിനനുസരിച്ച് നമ്മളോട് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളൊരു രീതിയിലായിരിക്കും അവർ നമ്മളോട് പെരുമാറുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ വ്യക്തിയോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും അതേ രീതിയിൽ പെരുമാറുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. മറ്റത് സ്വാഭാവികമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ എന്താവും എന്നുള്ളൊരവസ്ഥയിൽ ഭയപ്പെട്ട് നിൽക്കും. പറഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോവോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിചാരിക്കുമോ, കരുതുമോ എന്നൊക്കെ കരുതി പറയാൻ മടിയായിരിക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇങ്ങനത്തെ സാഹചര്യം കണ്ടാൽ നിങ്ങൾക്ക് അതിനുള്ള സൂചന തിരിച്ചും കൊടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് അറിയാൻ കഴിയും.